എന്നിട്ടതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ പ്രകാരം ആകാശത്തിലേക്ക് ഉയർത്തുന്നു. ആകാശത്തിലേക്ക് എത്തിച്ചുകൂടാ. എന്തുകൊണ്ടാണ് മറ്റു എല്ലാ അമ്പിയാക്കളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആന്തരിക ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രാ മിഅ്റാജ് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത എല്ലാ അദാബുകളും ജനങ്ങൾക്കുള്ള ഫിത്നകളാണ്, ജനങ്ങൾക്ക് വരാനിരിക്കുന്ന ശിക്ഷകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു. വമാ ജഅൽന റുഅയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്. നാം നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ കാഴ്ച ജനങ്ങൾക്ക് ഒരു പരീക്ഷണമല്ലാതെ ആക്കിയിട്ടില്ല, അത് ജനങ്ങൾക്കുള്ളതാണെന്ന്, അത് യാഥാർത്ഥ്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരീരത്തോടെയും ആത്മാവോടുകൂടെയുമുള്ള ഇസ്രാ മിഅ്റാജ് മറ്റു നബിമാരേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഭംഗി കൂട്ടുന്നതാണ്. ചില ദിവ്യജ്ഞാനികൾ പറയുന്നുണ്ട്, ഇന്നലഹു അർബഅത വസലാസീന മിഅ്റാജ അഹദുഹാ ഫഖദ് ബിൽ ജുസ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 34ഓളം വാനാരോഹണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവുമായിട്ടുള്ള വാനാരോഹണം എന്ന് പറയുന്നത് ഇസ്രാ മിഅ്റാജാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് എങ്ങനെയാണ് നടന്നത്? പോക്കും വരവുമെല്ലാം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൈഖ് അബീ ത്വാലിബ് എന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്നു. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം, മീകാൽ അലൈഹിസ്സലാം രണ്ട് മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വീടിന്റെ മേൽപ്പുര തുറക്കപ്പെട്ടിട്ട് ഇറങ്ങി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജ്റ ഇസ്മായിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാ അവിടെ എത്തിയപ്പോൾ ഫാതാഹു ആതിൻ ഫശക്ക സദ്റഹു വഹസാഉ മിൻ ഹിക്മതി വഈമാൻ. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചിലേക്ക് ഹിക്മത്തും ഈമാനും നിറച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതാ അയാൾ തന്നെ അതാ ബുറാഖുമായി വരുന്നു. ബുറാഖിന്റെ കടിഞ്ഞാൾ പിടിച്ചു വരുന്നു. ബുറാഖ് എങ്ങനെയുള്ള ജീവിയാണെന്ന് മഹാന്മാർ റിപ്പോർട്ട് ചെയ്തത്. കണ്ണെത്തും ദൂരത്തേക്ക് കാൽ വെക്കാൻ കഴിവുള്ള അതിന്റെ ചിറകുകൾ തുടഭാഗത്താണ്. അതുപോലെ തന്നെ പർവ്വതത്തിനടുത്തെത്തിയാൽ 2 കാലുകൾ നീളും. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ കൈകൾ നീളും. ഒട്ടകത്തെ പോലെ കുളമ്പും, പശുവെ പോലെ വാലും, മനുഷ്യനെ പോലെ കവിളും, കുതിരയെ പോലെ കഴുത്തിലെ രോമവും ഉണ്ടെന്ന് മഹാന്മാർ പറയപ്പെടുന്ന ബുറാഖുമായി അതാ തങ്ങളുടെ അടുത്തേക്ക് ആ പുരുഷൻ വരികയാണ്. എന്നിട്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമൊത്ത് അതാ മലക്കുകളോടുകൂടെ ബൈത്തുൽ മഖ്ദിസിൽ പോവുകയാണ്. എന്തുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാനുള്ള കാരണം? അതാ പിഴച്ചവരെയും കളിയാക്കുന്നവരെയും ഖണ്ഡിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് അതിന്റെ ഹിക്മത്ത് മഹാന്മാർ പറയുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് അതാ അമ്പിയാക്കളെ കൂടെ 2 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കുന്നു. എന്നിട്ടതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ പ്രകാരം ആകാശത്തിലേക്ക് ഉയർത്തുന്നു. ആകാശങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ ഓരോ കവാടങ്ങളിലും ചെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സമ്മതം കൊണ്ടല്ലാതെ വാതിലുകൾ തുറക്കപ്പെടുന്നില്ല. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ ആകാശത്തിലേക്ക് എത്തിച്ചുകൂടാ? എന്തുകൊണ്ടാണ് 1ാം വാതിലും 2ാം വാതിലും അങ്ങനെ ഘട്ടം ഘട്ടമായി കടക്കാൻ കാരണമെന്ന് മഹാന്മാർ പറയുന്നത്, യഥാർത്ഥ കവാടങ്ങൾ ഉണ്ടെന്നും അതിന് പാറാവുകാരുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അതാ ഓരോ കവാടങ്ങളുടെ മുന്നിലെത്തുമ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സമ്മതം കൊണ്ടല്ലാതെ കവാടങ്ങൾ തുറക്കപ്പെടുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. എല്ലാ ആകാശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സുസ്ഥിരമായി സംരക്ഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. തൂരിവിസ്തീതങ്ങളുടെ ശറഉൽ മസാബിഹിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാം സമ്മതം ചോദിച്ചല്ലാതെ ഒരു കവാടവും തുറക്കപ്പെട്ടിട്ടില്ല. എല്ലാ ആകാശങ്ങളും അതീവ സംരക്ഷണത്തിലാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണെന്ന് തൂരിവിസ്തീതങ്ങളുടെ ശറഉൽ മസാബിഹിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നില്ലേ, എല്ലാ ശൈത്താന്മാരിൽ നിന്നും ആകാശത്തെ നാം സംരക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിനുള്ള ഒരു അടയാളം കൂടിയാണ് അത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് യഥാർത്ഥമാകുന്നു. പാറാവുകാരായ
മലക്കുകൾ ഇമാമുമാർ മറ്റൊരു രൂപത്തിൽ പറഞ്ഞത് പാറാവുകാരായ മലക്കുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധിയുടെ ഭംഗിയിലോ അധികാരത്തിന്റെ ഗാംഭീര്യത്തിലോ മുഴുകിയവരായതുകൊണ്ടാവാം വാതിലുകൾ തുറക്കപ്പെടാതിരുന്നതെന്ന് ഇമാമുമാർ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ വാതിലുകൾ എത്തുമ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം സമ്മതം ചോദിക്കുന്നു, കടക്കുന്നു. അതാ അമ്പിയാക്കളെ കണ്ടുമുട്ടുന്നു, അവർ തങ്ങളെ സ്വാഗതം ചെയ്യുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. ഓരോ ബാബുകളിലും ഓരോ നബിമാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ അതാ സിദ്റത്തുൽ മുൻതഹയിലെത്തുന്നു. എവിടെയാണ് സിദ്റത്തുൽ മുൻതഹ? ഏഴാം ആകാശത്തിനപ്പുറത്തുമുള്ള ഒരു അലങ്കാരമുള്ള ഒരു മഹാവൃക്ഷമാണ്. അതാ സിദ്റത്തുൽ മുൻതഹയിലെത്തുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ആ ദൃഷ്ടാനങ്ങളെയും അദാബുകളെയും എല്ലാം അള്ളാഹു ഉദ്ദേശിച്ചതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ് ഉള്ളത്. എത്തരത്തിൽ ഒരു മധ്യവർത്തിയും കൂടാതെ അള്ളാഹു അവിടത്തേക്ക് എത്രയോ സന്ദേശങ്ങൾ നൽകി എന്ന് നമ്മളെ പറഞ്ഞില്ലേ? അവിടെ അള്ളാഹുവും നബി തങ്ങൾ റബ്ബൻ കല്ലമ എന്ന് പറഞ്ഞ അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്മിൽ ഒരു മധ്യവർത്തിയും കൂടാതെയാണ് സന്ദേശങ്ങൾ കൈമാറിയത്. അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് അള്ളാഹു കാണിക്കാൻ ഉദ്ദേശിച്ച അദാബുകളെയും അള്ളാഹു ഉദ്ദേശിക്കാൻ കാണിച്ച എല്ലാ കാര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. ഈ വിഷയങ്ങളെ കൃത്യമായി നല്ല ഭംഗിയോടെ ബുസീരി ഇമാം തന്നെ ഖസീദത്തുൽ ബുർദയിൽ പറയുന്നു, യാ ഖൈറ മൻ യമ്മൻ അബൂന സാദു എന്ന് തുടങ്ങി അവസാനം ബിഅക്രമിർ റുസുലി കുന്നാ അക്രമിൽ ഉമമി വരെ അവസാനിക്കുന്ന ഫസിലിൽ എത്രയോ കൃത്യമായി ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞു, മക്കയിൽ തിരിച്ചെത്തുന്നു. അതാ ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ലേ? ഖുറാൻ വാഹനവുമായി പോയതല്ലേ? മക്കയിൽ അവതരിപ്പിക്കുമ്പോൾ ആരും വിശ്വസിക്കാനാ? നബി തങ്ങൾ അവിടെ ആദരിച്ചപ്പോൾ ആരും പടിയും കൂടാതെ വിശ്വസിച്ചത് കുറെ വിശ്വാസികൾ അതിൽ നിന്ന് വ്യതിചലിക്കുകയും ഉണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രങ്ങൾ പറയുമ്പോഴും വിശ്വാസികൾ അതിൽ നിന്ന് പോയെങ്കിലും കുറച്ച് വിശ്വാസികൾ ഇങ്ങോട്ട് വരികയും പിന്നീട് അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ കൃത്യമായി അത് നടന്നതാണെന്ന് നമ്മൾ